സബർജലി സോറി കൈയുടെ കാണാൻ പറ്റിയില്ല. എല്ലാരും ഹോട്ടലല്ലേ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. കേരള പോലീസ് മുഴുവൻ വല വീശിട്ട് കിട്ടാത്ത ആള് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാനാ. കണ്ണടിക്കാൻ പറ്റുന്നത് വലത്തെ കണ്ണാണ്, ഇടത്തെ കണ്ണാണെങ്കിൽ രണ്ടും അടഞ്ഞു. ഞാൻ ഇടത്തേക്കെണ്ണും വലത്തേക്കെണ്ണും കൊണ്ട് കയറുന്ന കണ്ണടക്കും. അതെ, ചെലവ് ചെയ്യണം. എന്താണ് നാഷണൽ ഹൈവേ വരാൻ പോകുന്ന ഇതിലേറിയമോ? ഇതില് കരമടച്ച റഷീദ് ഉണ്ടോ? റഷീദ് അല്ല, ഞാൻ തന്നെ കര അടയ്ക്കാറ്. പിന്നെ കറണ്ട് ബില്ല് റഷീദ് കൊണ്ട് അടച്ചാറ്. നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും ദൈവം സഹായിച്ചു കുഴപ്പമൊന്നുമില്ല, സുഖകരമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റ് ഫോർവേഡ് ബൈ ഗോപു നന്ദലത്ത് ജി മാർട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ നമ്മുടെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാണ് www.facebook/. സ്ഥിരം ഞാനല്ല പറയുന്നത്, തെറ്റിപ്പോയി. www. എന്തായിരുന്നു എവിടെ പോയിരുന്നു? www.facebook.com/comedy-super-night. ഓ എൻ്റെ ദൈവമേ, ഇത് നീ ഇത്രയും നേരം എവിടെ പോയിരുന്നു? കുറച്ച് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ ഞാൻ പെട്ടുപോയി. ഞാൻ കരുതി എൻ്റെ www/ ഒക്കെ പറഞ്ഞ് നാക്കൂരി തറ വീണ്. അത്രയ്ക്ക് കട്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എന്റെ മണ്ടയിൽ വെച്ചിട്ട് എവിടെ പോയിരുന്നു ഇത്രയും നേരം? ഇത്ര ഉച്ചെടുക്കേണ്ട കാര്യമൊന്നുമല്ല, ഞാനൊരു 2 മിനിറ്റല്ലേ ലേറ്റ് ആയുള്ളൂ. ചേട്ടനോട് ആരാ പറഞ്ഞ തുടങ്ങാൻ? അങ്ങനെ ഇനി അത് വെച്ച് പൊറിപ്പിക്കില്ല. ഈ ലേറ്റ് ആവക്കം അങ്ങനെ ലേറ്റ് ആവാൻ പാടില്ല. കാരണം ഈ ലേറ്റ് ആവുന്നതിനെ കുറിച്ച് തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്തിനുള്ള ബിൽഡപ്പാണ്. ലേറ്റിനെ കുറിച്ച് എന്തോ ഒരു കഥ പറയാനുണ്ട്. എനിക്കൊരു കഥ പറയാനുണ്ട് ലേറ്റ് ആവുന്നതിനെ കുറിച്ച്. അപ്പൊ എന്റെ കഥ ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ ചാനലിൽ വന്ന് പറയാൻ പറ്റുമോ? എന്റെ ചാനലോ? ആനിമൽ പ്ലാനറ്റില്. അത് ഇവരുടെ മാത്രമുള്ള ചാനൽ. നന്ദിയുണ്ട് ചേട്ടാ, നന്ദി. ചേട്ടനാണ് ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് ചാനൽ ഉണ്ടെന്ന്. ശരിയാ, എല്ലാരും പറയുന്നത് പറഞ്ഞാൽ അശ്വതിയുടെ ഒരു ചാനൽ പോയി കിടക്കുകയാണ്. എന്തായാലും തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ആ വൈകി വന്ന കഥ, ലേറ്റായ എന്റെ കഥ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉടനെ ചോദിക്കരുത് പഠിച്ചിട്ടുണ്ടോ. അതെ, പഠിക്കുന്ന സമയത്ത് സ്ഥിരം എൻ്റെ ഒരു സുഹൃത്ത് ബഷീർ എന്ന് പറയും, വൈകിയാണ് ക്ലാസ്സിൽ വരുന്നത്. അങ്ങനെ ടീച്ചർ രാവിലെ വന്ന് റെഡിയായിരുന്നപ്പോൾ ആള് ഒരു 5 മിനിറ്റ് വൈകി വന്നു. ഉടനെ ബഷീറിനെ സ്റ്റാൻഡപ്പ്, ബഷീർ ഇന്ന് വന്നേ, എന്നും ഇത് വൈകിയാണല്ലോ, പറ്റത്തില്ല, പെട്ടെന്ന് ഇന്ന് ഹെഡ് മാസ്റ്ററെ കണ്ടിട്ട് വന്നാൽ മതി. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വൈകി വന്നു, അന്ന് ഞാൻ ഹെഡ് മാസ്റ്ററെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിപ്പോ, പെട്ടെന്ന് കണ്ടിട്ട് ഇനി ക്ലാസ്സിനകത്ത് കയറിയാൽ മതി. അപ്പോൾ 5 മിനിറ്റ് വൈകിയുള്ളൂ. ഉടനെ ആളെ ഇറക്കി വിട്ട് ആൾ നേരെ ഹെഡ് മാസ്റ്ററെ കാണാനായിട്ട് പോയി. സമയങ്ങൾ വൈകിക്കൊണ്ടിരിക്കുന്നു. 5ആയി, 10ആയി, 15ആയി, 20ആയി, 25ആയി. ബഷീർ തിരിച്ചു വന്നില്ല. ഉടനെ ടീച്ചർ എന്നെ നോക്കിയിട്ട് സ്റ്റാൻഡപ്പ് സുരാജ്, ഒന്ന് പോയി നോക്കൂ, നിന്റെ ഫ്രണ്ട് അല്ലേ, നമ്മളൊന്നും പോയി അവനെ തിരഞ്ഞു കിട്ടാൻ പറ്റത്തില്ല, ഒന്ന് പോയി നോക്കൂ. അങ്ങനെ ഞാൻ നേരെ ചെന്നപ്പോൾ ഹെഡ് മാസ്റ്റർ റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ബഷീർ ഇത് എന്ത് പണിയാ കാണിച്ചത്? ഹെഡ് മാസ്റ്റർ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്ലാസ്സിൽ ചെല്ലാനല്ലേ പറഞ്ഞ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതിന് ഹെഡ് മാസ്റ്റർ ഇതുവരെ വന്നില്ലളിയാ, ആളിപ്പോ ഒരു 50 മിനിറ്റായി ഇതുവരെ വന്നില്ല, അത് കണ്ടിട്ടല്ലേ വരാൻ പറ്റൂ, ഇന്നിപ്പോ ഇന്ന് വന്നില്ലേ ഞാൻ ക്ലാസ്സിലോട്ടുമില്ല. അങ്ങനെ വൈകിയ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും സമയം എടുത്തത്. അല്ല, ഈ ബഷീർ മാത്രമേ താമസിക്കാറുള്ളൂ, സുരാജേട്ടൻ താമസിക്കാറൊന്നുമില്ല? ഞാൻ താമസിച്ച ഒരു കഥയുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയൂന്നൊരു പേടി. ഇല്ല, പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഞാൻ വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആറ്റിങ്ങിലാണ് ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ ആറ്റിങ്ങൽ ഗവൺമെന്റ് ITI. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം ഉണ്ണികൃഷ്ണൻ ബസ്സുണ്ട് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആറ്റിങ്ങിൽ വരെ. അപ്പോൾ ഞാൻ പല കള്ളങ്ങളുമാണ് വൈകാൻ നേരത്ത് അധ്യാപകനോട് പറയുന്നത്. അപ്പോൾ അന്ന് ക്ലാസ് ടെസ്റ്റ് പേപ്പറാണ്, വൈകിപ്പോയി. നേരെ നമ്മൾ 4 പേരും കൂടെ വൈകി ചെന്ന് കയറി. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ടെസ്റ്റ് പേപ്പർ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈകിയത്. അവിടെ ചെന്നുടനെ സാറ് ചോദിച്ചു, എന്താണോ വൈകിയത്, ഇന്ന് ടെസ്റ്റ് പേപ്പറാണെന്ന് അറിയില്ലേ? സാർ അറിയായിരുന്നു, പക്ഷേ നമ്മൾ വന്ന വണ്ടിയുടെ ടയർ പഞ്ചറായി പോയി. നമ്മൾ 4 പേരും ഉണ്ണികൃഷ്ണനിലാണ് വന്നത്, ഉണ്ണികൃഷ്ണൻ്റെ ടയർ പഞ്ചറായി പോയി സാർ, അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി അത് കുഴപ്പമില്ല, നിങ്ങൾ സത്യസന്ധമാണല്ലോ പറയുന്നത്. അതെ സാർ, ഓക്കെ കയറിയിരുന്നോ, പക്ഷെ ഒരു ചോദ്യത്തിന് ആൻസർ നിങ്ങൾ എഴുതണം. ഇതാ പേപ്പർ എല്ലാവർക്കും തന്നു, കുഴപ്പമില്ല, 5 മിനിറ്റും കൂടെ ഉള്ളൂ, എന്തായാലും പരീക്ഷ നടത്തുകയാണ്. 4 പേപ്പർ തന്നിട്ട് 4 മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തി ക്ലാസ്സിൻ്റെ. നമ്മൾ വളരെ സന്തോഷമായിട്ട്, ഇയാൾ എന്ത് മണ്ടനാ. അവിടെ 4 മൂലയ്ക്ക് ചെന്നു. ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും തന്നു 4 പേർക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 4 പേരും 4 മൂലയ്ക്കിരുന്ന് വായിച്ച ഉടനെ ഞെട്ടിപ്പോയി. ഓടി വന്ന് സാറിനോട് മാപ്പ് പറഞ്ഞു, സാർ ഇനി ആവർത്തിക്കില്ല എന്ന്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ? ക്വസ്റ്റ്യൻ കേട്ടാൻ ഞെട്ടും. അതിൽ ചോദിച്ചിരിക്കുന്ന വേറൊന്നുമല്ല, നിങ്ങൾ വന്ന വണ്ടിയുടെ ഏത് ടയറാണ് പഞ്ചറായത്? ഇന്ന് രാവിലെ വന്ന ഫ്രണ്ടിൽ ലെഫ്റ്റ്,
റൈറ്റ്, ബാക്കിൽ ലെഫ്റ്റ്, റൈറ്റ്, ഫസ്റ്റ്, സെക്കൻഡ് ഏത് ടയറാണെന്ന് എഴുതാൻ. വെറുതെ ഒരു കള്ളം പറഞ്ഞല്ലേ, ഏത് ടയർ എഴുതും? 4 പേരും 4 ടയറും എഴുതും എന്ന് ഉറപ്പായപ്പം അധ്യാപകനോട് വന്ന് മാപ്പ് പറഞ്ഞു, സാർ ഇനി ആവർത്തിക്കില്ല. അതിനുശേഷം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞിട്ടില്ലെന്നോ ലേറ്റ് ആയിട്ടില്ലെന്നോ? ലേറ്റായതിന് കള്ളം പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ലേറ്റ് ആക്കാറുള്ളത് ട്രെയിനാണ്. അത് കറക്റ്റാണ്. ട്രെയിൻ ഒരു വല്ലാത്ത ലേറ്റാക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ട്രെയിൻ ലേറ്റ് ആയാലും 1-2 മണിക്കൂർ ലേറ്റ് ആയാലും അത് ശരിക്കും മേക്കപ്പ് ചെയ്യും ഇല്ലേ? ഓട്ടത്തിൽ മേക്കപ്പ് ചെയ്ത് ആ ടൈം കറക്റ്റ് ആക്കാറുണ്ട്. പക്ഷേ നിങ്ങളെ പോലുള്ള ആൾക്കാരോ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ലേറ്റാ. 1-2-3 മണിക്കൂറൊക്കെ ലേറ്റ് ആവും. അത് ഒരിക്കലും മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. സത്യമല്ലേ ചേച്ചിയുടെ ഒക്കെ മേക്കപ്പ്? എനിക്ക് സത്യം. ശരിക്കും ഈ പ്രോഗ്രാമിന് എത്ര മണിക്കൂർ നിങ്ങൾ മേക്കപ്പ് ചെയ്തു? എനിക്കറിയാം, നിന്ന് തലവലിക്കുന്നുണ്ടില്ല. അയ്യോ ഞാനൊക്കെ 1/2 മണിക്കൂറേ ഉള്ളെന്ന്. അത് പറയുമ്പോഴേ സുരാജേട്ടാ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എല്ലാ ട്രെയിനും മിക്കവാറും 1-2 മണിക്കൂർ ലേറ്റാ, അല്ലെങ്കിൽ ചിലപ്പോൾ വരാറില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എന്തിനാ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനിന്റെ ടൈം ടേബിൾ എഴുതി വെക്കുന്നത്? എന്റെ പൊന്നെ, അതറിയില്ലേ? ഈ ട്രെയിനിന്റെ ടൈം ടേബിൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ട്രെയിൻ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ടേബിൾ വെച്ചേക്കുന്നത്. നമ്മൾ വൈകി ഓടുന്നത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ആകാശവാണിയിലൊക്കെ ഒരു വാർത്ത വായിക്കും, അതും ഈ ട്രെയിനിന്റെ പിന്നെ ടൈമിനെ കുറിച്ചിട്ടുള്ള. ആകാശവാണി തൃശൂർ ആലപ്പുഴ റെയിൽവേ വിശേഷങ്ങൾ. ഇപ്പൊ അങ്ങനെയൊക്കെ ഏതുണ്ട് സംതിങ്. അപ്പൊ അടുത്ത് അനൗൺസ് എന്ന് പറഞ്ഞാൽ ജയന്തി ജനത എക്സ്പ്രസ് 1/2 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. നേത്രാവതി എക്സ്പ്രസ് പതിവിലും നേരത്തെ, ഉദ്ദേശം 2 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റു ട്രെയിനുകളെല്ലാം കറക്റ്റ് സമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇതാണ് വാർത്ത. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ലേറ്റ് ആവുന്ന ഒരേ ഒരു സംഭവം ട്രെയിൻ മാത്രമാണല്ലേ? അത് ഭൂമിയിൽ. ആകാശത്ത് വിളിച്ചു പറയാതെ എയർ ഇന്ത്യ നടക്കുകയാണ്. അത് 1-2 ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ദുബായിൽ നിന്നൊക്കെ തിരിച്ചെവിടെ എത്തുന്നത്. അതിന് ജന്മത്ത് ആർക്കും കൃത്യ സമയം പറയാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ എല്ലാം ലേറ്റ് ആക്കുന്ന ഒരു കൂട്ടരുണ്ട്, സർക്കാർ ഓഫീസുകൾ. സർക്കാർ ഓഫീസിലെ കാര്യം മുറ പോലെ എന്ന് പറയുന്ന പോലെ ഒരു കാര്യം എപ്പോൾ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ PSCയുടെ നിയമനം തന്നെ ഇങ്ങനെ വെച്ചിരുന്ന് ഇങ്ങനെ ലേറ്റ് ആക്കുന്നു. അതുപോലെ റോഡ് പണിയാണെങ്കിലും എന്ത് തുടങ്ങി വെച്ചാലും അത് ഇങ്ങനെ കാലാകാലം നീണ്ടു പോകും. ഇങ്ങനെ പറഞ്ഞ് സർക്കാരിന് കൃത്യനിഷ്ഠത ഇല്ല എന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെ സർക്കാരിനെ ആക്ഷേപിക്കരുത്. സർക്കാരിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നറിയോ? KSEB, കേരള ഇലക്ട്രിസിറ്റി ബോർഡ്. അത് സംഭവമുണ്ട്. അതിപ്പോ 7:30 കറണ്ട് കട്ടാണെന്ന് പറഞ്ഞാൽ 7:28 ആകുമ്പോൾ ഫീസ് ഊരികളായി. ഇത്രയും ഷാർപ്പ് എവിടെയുണ്ട്? അതുകൊണ്ട് സർക്കാരിനെ ഒരിക്കലും ആക്ഷേപിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ 100 രൂപയെങ്ങാനും ബില്ലടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഫീസ് ഊരിക്കൊണ്ട് പോകും. പിന്നെ അതുപോലെ നമ്മളിപ്പോ പറയുന്നത്, നമ്മുടെ ഏരിയയിൽ കറണ്ട് ഇല്ല സാർ, മഴ പെയ്ത് ഇവിടെ ലൈൻ കമ്പി പൊട്ടിക്കിടക്കുകയാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. ഓക്കെ, ഈ വൈപ്പ് അടുത്ത 3 ദിവസം വരെ ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അടിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും എടുക്കില്ല. അങ്ങനെ കൃത്യനിഷ്ഠ പാലിക്കുന്ന പിന്നെ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, ചിലപ്പോൾ നമ്മൾ ഓർക്കാറില്ല. നമ്മൾ വിശന്ന് ഒരു ഹോട്ടലിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ വെയിറ്റർ വരും, തലയിൽ ഇതൊക്കെ ക്യാൻ ഐ ഹെൽപ്പ് യു, വാട്ട് യു വാണ്ട് സർ എന്ന് പറയും. മെനു കാർഡ് തരും, നമ്മളിത് എടുക്കുന്നു, വായിക്കുന്നു. ചിക്കൻ ഇത്, ചിക്കൻ തന്തൂരി, മറ്റത് മറിച്ചത്, ഇതെല്ലാം കറക്റ്റ് ഓർഡർ ചെയ്തിട്ട് 1.5 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആദ്യം വന്ന് അയാളാണോ വെയിറ്റർ, നമ്മളാണോ വെയിറ്റർ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സ്ഥിരം നടന്നു കിടക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്നതാണ്. ഇപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ട്. അതെ, പ്രേക്ഷകരും അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് അറിയാം. ലേറ്റ് ആക്കണ്ട. ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് വളരെ സിമ്പിൾ ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പക്ഷെ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പവർഫുൾ ആണ്. ആള് സിമ്പിൾ ആണ്, പവർഫുൾ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആളെ പിടികിട്ടി. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പേരിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്, രൂപത്തിലൊരു വ്യത്യാസം, ശബ്ദത്തിലൊരു വ്യത്യാസം, അഭിനയത്തിലൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം വിനയ് ഫോർട്ട്. मस्ती में तू
പൊളി മച്ചാ, സൂപ്പറായിട്ടുണ്ട്. ഡാൻസ് ഒക്കെ തകർത്തു. ഡാൻസ് ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? കുറേശ്ശെ ഇത് ശരിക്കും അങ്ങ് കുറഞ്ഞു പോയല്ലോ. കുറച്ചുകൂടി ഡാൻസ് നമ്മൾ പ്രതീക്ഷിച്ചു. എന്തായാലും ആ സ്റ്റൈലിൽ വന്നു, ഗംഭീരം. താങ്ക് യു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. പടങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടു, ഇപ്പം നടന്ന കഥകളെല്ലാം പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് വിനയ് ഫോർട്ടിനോട് ഞാൻ ചോദിക്കുകയാണ്, ക്രിസ്തുവിന് മുമ്പും പിമ്പും, അതാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. അതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്. വിനയ് ഫോർട്ട് പ്രേമം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷവും അതിനു മുമ്പും, ക്രിസ്തുവിന് മുമ്പും അതുപോലെ തന്നെ പറയും വിശേഷം. അങ്ങ് പറഞ്ഞു തുടങ്ങിക്കോ. റെഡി? നമ്മൾ ആ വണ്ടിയിൽ വന്ന് ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ പ്രേമത്തിന് മുമ്പ് നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. അപ്പൊ പലപ്പോഴും അത്ര അധികം ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യില്ലായിരുന്നു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് പറയും, ആ സിനിമ കണ്ടിരുന്നു, സിനിമ നന്നായിരുന്നു, നിങ്ങൾ ചെയ്തത് നന്നായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരുന്നു. അതെ. പ്രേമം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ ജാവാ മാവാ ഇത് തന്നെ കേട്ടോ ത്രൂ ഔട്ട്. അപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കൊഹിനൂർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിലായിരുന്നു തലശ്ശേരി. എവിടെ പോയാലും ഫുൾ ഓൺ കേട്ടോ. അത് എല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ തന്നെ ബോധപൂർവ്വം തീരുമാനിച്ചു, എനിക്ക് എന്റെ വർക്കിൽ, അതായത് ഇപ്പോഴത്തെ വർക്കിൽ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തരത്തിൽ. അപ്പൊ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഷോട്ട് കൊടുക്കുന്ന റെഡിയായി നിന്നപ്പോ എവിടുന്ന് ഒരുത്തും വിളിച്ചേക്കണ സബർജലി. അപ്പൊ ഞാൻ എന്റെ ഫോക്കസ് ഒക്കെ പോയി ഒച്ചത്തിൽ ചിരിച്ചു. അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു, അതിനുശേഷം ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാ ബഹുമാനമൊക്കെ പോയി. കാര്യം പ്രേമത്തിന്റെ തുടക്കത്തിൽ വിചാരിച്ചു അധ്യാപകനൊക്കെ ആയിട്ടാണ് അഭിനയിക്കുന്നത്, ബഹുമാനം കൂടും. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോഴുള്ള സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പിന്നെ റഫ് ക്യാരക്ടർ അങ്ങനെയൊക്കെ തോന്നും അല്ലേ? അല്ലെങ്കിലും നമ്മുടെ അയൽപക്കത്തുള്ള ഒരാള്, ചിലപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ, നമുക്ക് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാളാന്ന് തോന്നും. പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം തോന്നില്ല. അങ്ങനെയായിരുന്നു. ഷട്ടർ സിനിമ കണ്ട എല്ലാവരും കണ്ടിട്ടുണ്ട്. ഷട്ടറിലെ ഓട്ടോക്കാരനെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല അല്ലേ? പക്ഷെ അത് ആ ഇമേജ് എല്ലാം ബ്രേക്ക് ചെയ്തു ഈ സിനിമ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് നമ്മൾ പലപ്പോഴും ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുക തന്നെ ചെയ്തു. എൻ്റെ ഒരു ഡയറക്ടർ അൽഫോൺസ് പുത്രനിൽ നമ്മളോടുള്ള ഒരു വിശ്വാസവും പിന്നെ എൻ്റെ ഒരു കോ ആക്ടർ ഉണ്ടായിരുന്നു സൗബിൻ. ഈ 2 ഘടകങ്ങളാണ് പെർഫോമൻസിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് പോകുന്ന ഈ 2 വ്യക്തികൾക്കാണ്. വൈഫ് നല്ല സുഹൃത്താന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. വൈഫിന്റെ വേണോ ഫ്രണ്ടിന്റെ പേരോ? ഇപ്പൊ വൈഫ് എന്ന് പറയാൻ. അതെ, ഭാര്യയുടെ പേര് സൗമ്യ രവി. സൗമ്യ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇതിപ്പോ വിനയുടെ ഒപ്പം തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സൗമ്യയും. കാരണം എല്ലാവരും ആ ഒരു പിക്ചർ വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ മേലെ ഇപ്പൊ ഒരു ക്യാപ്ഷനുമായിട്ട് ഫേസ്ബുക്കിലൊക്കെ വൈറലാവുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. 900 ഏക്കർ സബർജല്ലി തോട്ടത്തിന്റെ കഥ വിശ്വസിച്ച ഏക പെൺകുട്ടി. അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേപോലെ ഒരു സിനിമ കാണാൻ പോവുകയുണ്ടായി. അപ്പൊ ഞാൻ, അമ്മ, അച്ഛൻ, സൗമ്യ എല്ലാവരും ഉണ്ട്. അപ്പൊ 5-6 പിള്ളേർ ഇങ്ങനെ പോയിട്ട് എന്നെ കണ്ടു. ജാവേണ്ടല്ലോ, 900 ഏക്കർ സബർജല്ലിയും കൂടെ ഉണ്ട്. ഇപ്പൊ വൈഫിനെ വിളിക്കുന്ന 900 ഏക്കർ. ശരിക്കും ഇത് ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ 900 ഏക്കറിൽ വേറെ ഏത് സംഭവം പറഞ്ഞാലും അവിടെ ചിരി കിട്ടത്തില്ല. ഇപ്പൊ ആപ്പിൾ തോട്ടമെന്നോ മുന്തിരിത്തോട്ടമെന്നോ എന്ത് പറഞ്ഞാലും 900 ഏക്കർ ചിലപ്പോ നമ്മൾ വിശ്വസിക്കും. ഈ സബർജല്ലി തന്നെ അത് ആരാ സ്ക്രിപ്റ്റഡ് ആയിരുന്നു ശരിക്കും. എന്തായാലും അത് ഹിറ്റായി. പുതിയ പടം ഏതാണ്? ഇനി ഇമ്മീഡിയറ്റ് റിലീസാകാൻ പോകുന്ന ഒരു സിനിമ ഉണ്ട്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന്. ശരിക്കും ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നാ പറയപ്പെടുന്നത്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. കാര്യം ഇത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് ഒരുപാട് ലോക്കൽ കള്ളന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ചോരപുരാണം എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിഫിക് വേ ഓഫ് സ്റ്റീലിംഗ്, അതിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. അതിനെയൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് അതിൻ്റെ സംവിധായകൻ ജിജു അശോകൻ ചെയ്യുകയും അങ്ങനെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചെറിയ കള്ളന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇതിനു മുമ്പ് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? കള്ളന്റെ ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ്? മോഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല, മോഷണം നടത്തി ജീവിതത്തിൽ ഇന്നേ വരെ തെളിവ് സഹിതം ഞാൻ പറയും, ബോധപൂർവ്വം മോഷ്ടിച്ചിട്ടില്ല ഒന്നും ഇതുവരെ. അതായത് ഒരു കാര്യം മോഷ്ടിക്കണം എന്ന് ഞാൻ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല. അപ്പോ താങ്കൾ കല്യാണം കഴിച്ച സുഹൃത്തായിരുന്ന നമ്മുടെ സൗമ്യയുടെ ആ എന്താ ഹൃദയം എങ്ങനെയാണ് വിവാഹം ചെയ്യുന്നത്? അങ്ങനെ ഭയങ്കര മോഷ്ടിക്കലൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും. പിന്നെ വിളിച്ചോടനെ പോന്നു. അതല്ല, നമ്മൾ ഒരുപാട് നാളുകൾ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് രണ്ടുപേർക്കും തോന്നി
ലൈക്ക് നമുക്കൊരു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ലല്ല ഒരിക്കലും അതായത് എന്തായാലും അതായത് ലൈഫ് ലോങ് നമ്മളൊരു സുഹൃത്തായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു കമ്മിറ്റ്മെന്റ് അങ്ങനെ ഒരുപാട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചുകൂടാ? പോകാൻ പറ്റുന്ന ആളാണ്. ഞാൻ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. വളരെ ബ്രില്യൻ്റ് കുട്ടിയാണ്. നല്ല, അതായത് തനിക്ക് പറ്റിയ ആള് എന്ന് പറയുന്നത് പോലെ അല്ലേ? ഇനി പറയൂ, കോഹിന്നൂർ എന്ന സിനിമയുടെ വിശേഷങ്ങൾ. അത് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത മാസം റിലീസാവും. നമ്മുടെ ആക്ടർ ആസിഫ് അലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതെ, ആസിഫ് തന്നെ ലീഡ് റോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇന്ദിരേട്ടനുണ്ട്, അജു, ചെമ്പൻചേട്ടൻ, ഞാൻ, ലൈക്ക് 5 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിനയ് ഗോവിന്ദ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹം കിളിബോയി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പറയും, ഇപ്പോൾ കോഹിന്നൂരാണോ, അമേരിക്കയിൽ ചെയ്ത പടമാണോ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ഈ 3 പടമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പടം ഏതാണ്? നമുക്ക് വിശ്വാസമാണ്, പറയും. ഓക്കെ, ഞാൻ അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് ചേട്ടൻ പറയണം, ചേട്ടന് ഇടത്തേ കണ്ണാണോ കൂടുതൽ ഇഷ്ടം, വലത്തേ കണ്ണാണോ കൂടുതൽ ഇഷ്ടം? ഓക്കെ വിനയ് ഫോർട്ട്, നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം, അവിടെ ഇരുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. താങ്ക് യു. ഇങ്ങനെ ഒരു അടി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, താങ്ക് യു. നേരെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടെ വയ്ക്കാം. ഈ ഒരു കാര്യം ചെയ്യ്, അവിടെ പകുതി പൊളി തുടങ്ങിയിട്ടില്ലേ? അതെ, പൊളി തുടങ്ങിയിട്ടില്ലേ? പൊളിച്ചോ, പൊളിച്ചോളാം. അവരുടെ കാര്യം. നമസ്കാരം. നമസ്തേ. അല്ല, ഇതെന്താ ഷൂട്ടിംഗ് വല്ല പരിപാടിയാണോ? ഷൂട്ടിംഗ് അല്ല, ഇവിടെ അളവെടുക്കാൻ വന്നതാ ഞങ്ങൾ. അല്ല, ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് നമുക്ക്. അയ്യോ, ഈ ഷൂട്ടിംഗ് അല്ല ഇവിടെ. പിന്നെ ഇവിടെ ഞങ്ങൾ അളവെടുക്കുകയാണ്. എന്താ അളവെടുക്കണം? എന്താ സംഭവം? പറഞ്ഞില്ലാരും. ഇല്ല. ചെലവ് ചെയ്യണം. എന്താണ്? നാഷണൽ ഹൈവേ വരാൻ പോകുന്ന അറിയാമോ? ഇതിലെ ചെലവേണോ? ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലോറാണ്, ഫ്ലവേഴ്സ് ടിവിയുടെ ഫ്ലോറാണിത്. തനിക്ക് തെറ്റിപ്പോയതാണ്, ഇവിടെ ആയിരിക്കില്ല. അല്ല, സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരം ഇതിലെയാണ് നമ്മുടെ നാഷണൽ ഹൈവേ വരാൻ പോകുന്നത്. ഇതിനകത്താ, ഫ്ലോറിനകത്താ? പിന്നെ അത് കേട്ടിട്ട് നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയതാ. അല്ലല്ല, ഇവിടെ അങ്ങനെ ഒരിക്കലും നാഷണൽ ഹൈവേ ഇതിനകത്തൂടെ വരത്തില്ല. സത്യമാണത്. അതെങ്ങനെ? നിങ്ങൾക്ക് തന്നെ ഉപകാരം. എന്ത്? ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുവരുന്നില്ല ഇവിടെ? അതെ. ഇപ്പൊ ഇവിടെ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഈ ഗസ്റ്റുകളൊന്നും അവിടുന്ന് വിളിച്ചുകൊണ്ടിരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഹൈവേ ഇതിനകത്തൂടെ ചിലപ്പോ അങ്ങോട്ട് മാറിക്കോളാം. അങ്ങോട്ട് ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. അയ്യോ, അത് സർക്കാർ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട്. രജിസ്ട്രാർ വന്നാ പോരെ, എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ വന്നോ. എന്റെ ജോലി തടസ്സപ്പെടുത്ത സംഭവം എന്താ? അല്ല, ഇത് ഹൈവേ എടുക്കാൻ, ഇവിടെ ഹൈവേ എടുക്കുമല്ലേ? ഇവിടെ ഹൈവേ എടുക്കണം. ഇവിടെ ഹൈവേ വഴി വരാൻ പോവാണല്ലോ. അതൊന്നും ഇവിടെ ഇതിന്റെ ബന്ധപ്പെട്ട ചാനലിന്റെ ആൾക്കാരുണ്ട്. അവർ ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് കളയരുത്. ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. അളവെടുക്കാനുള്ള സാധനമാണെന്ന്. ഈ അളവെടുക്കുന്ന ഇവിടെ പറ്റില്ല. ഇവിടെ തനിക്കെന്താ സംഭവം? കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇതുപോലെ തന്നെ കേൾക്കണം. ഇവർ ഇതുപോലെ തന്നെ എന്റെ തറവാടിന്റെ ഉള്ളിൽ ഒരു ഹൈവേ പോയേക്കണത്. ഇപ്പൊ അറിയാമോ? തറവാടിന്റെ ഉള്ളിൽ ഹൈവേ പോയേക്കുവാണ്. ഇവര് തന്നെ ചെയ്തേക്കണത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒന്നും തടസ്സപ്പെടുത്താതെ ആദ്യം എന്റെ കാര്യം ഒന്ന് പരിഹരിക്കട്ടെ. എനിക്കിതാ ഇനി ബാക്കി ഗസ്റ്റുകളെല്ലാം ഇവിടെ ഒന്ന് റെഡിയായി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം. ഞാനിത് എന്ന് ശ്രീകണ്ഠ സാറുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. രജിസ്ട്രാർ ഒരു അദ്ദേഹത്തോട് പറയൂ. അത് കറക്റ്റ് കസാരയും കൊണ്ടുപോയിക്കൂടെ? കസേരയൊക്കെ അയ്യോ, കിടന്ന് കളിക്കണത് ഇതാണോ പറഞ്ഞ സാർ? ഇതാണ് സാറ്. ഇത്രയും പ്രായമായിട്ടും വണ്ടി ഓടിച്ച് കളിച്ചാണോ വന്നത്? വണ്ടി ഓടിച്ച് കളിക്കല്ലേ അത്. ഇത് നമ്മുടെ കിലോമീറ്റർ അളക്കുന്ന സാധനമാണ്. മിഷനാണത്. സാറേ, ഓക്കെ കേട്ടോ. ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് പൊളി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാണുമ്പോഴാണ് പൊളിക്കാനുള്ളതൊക്കെ രാവിലെ വന്ന് പൊളിക്കാൻ പറഞ്ഞല്ലേ? ഒരു കാഭാഗത്ത് പൊളിച്ചു തുടങ്ങി. ഇനി ഇവിടെ നിന്നാണ് അളവെടുത്തിട്ട് നമുക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. അളവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം, അവിടെ പൊളി നടക്കുന്നുണ്ടോ നോക്കാം. പിന്നെ വീട്ടിലൊക്കെ എല്ലാം കത്തയച്ചായിരുന്നല്ലോ. വീട്ടിലേക്ക് എല്ലാം കത്തയച്ചല്ലോ പൊളിക്കാനുള്ള. നോട്ടീസ് അയച്ചു. സാറേ, നമസ്കാരം. സുഖമാണോ? അല്ല, രാജേന്ദ്രനാ. അല്ല, സുഖമാണോ? അതെ, രാജേന്ദ്രനാ. സുഖം എൻ്റെ അളിയൻ, അവൻ ഗൾഫില്ല. സാറിന് സുഖമാണോ? എനിക്കവൻ സുഖമാണ്. പക്ഷെ ബാക്കിയുള്ള അവനെ ഇരട്ടപ്പേര് വിളിക്കും. ഞാനവനെ അങ്ങനെ വിളിക്കത്തില്ല. എനിക്കവൻ സുഖമാണ്. സാറേ, ഞാൻ ഓഫീസ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വീടിന്റെ നടുക്കൂടെ ഹൈവേ വന്നേ. ഈ പുള്ളിയാണത്. ഒന്ന് കൈകാര്യം ചെയ്തോണേ. വരാം. അതെ,
എനിക്ക് കുട്ടികളില്ല. അത് ആസ്പത്രി കാണിച്ചാൽ മതി, എൻ്റെ പണിയല്ല അത് കേട്ടോ. ആസ്പത്രിയിൽ കാണിച്ചാൽ മതി. അത് സംഭവം അത് കുഴപ്പമില്ല. നല്ലൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ രവി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഒരു ജോലിക്കാരനുണ്ട്, അത് ആയുർവേദക്കാരനാ. അപ്പോൾ എനിക്ക് കുട്ടികളില്ലായിരുന്നു, 55ാമത്തെ വയസ്സിലാണ് കുട്ടികളുടെ 8 കുട്ടികൾ ഇപ്പോൾ എനിക്കുണ്ട്. അവരെ കണ്ടാൽ മതി, കുഴപ്പമില്ല കുഴപ്പമില്ല പോയി. ഞങ്ങൾ 3 കുട്ടികളാണേ. ആ കുട്ടിയാണ് ഞാൻ കള്ളം പറയുന്നുള്ളൂ. കുട്ടികളിലാന്ന് പറഞ്ഞിട്ട് അവനവിടെ പോയി 3 കുട്ടികൾ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഞങ്ങൾ 3 മക്കളാ. അത് എടോ എനിക്ക് ഈ ഹൈവേയും തന്നെ കുട്ടികളായിട്ട് ഇവിടെ എന്തുവാ ബന്ധം? ബന്ധമുണ്ട്. അതായത് എടോ അവിടെ വരാനല്ലേ ഇവിടെ പറയാ. എൻ്റെ ബന്ധമുണ്ട്. അതായത് ഞാൻ ഈ 10 വർഷമായിട്ട് കേസ് കളിക്കുക. കേസ് കളിക്കും, ചീട്ടുകളിയാന്നോടെ കേസ് എന്ന് പറയുന്നത്. അതല്ല, ഈ എൻ്റെ തറവാടിന് വേണ്ടിയിട്ട് ഒരു കേസ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതങ്ങനെ ഒത്തു കിട്ടി, എനിക്ക് വിധി അനുകൂലമായി, എനിക്ക് തറവാട് കിട്ടി. തന്റെ പേർക്ക് നല്ല കാര്യം. ഈ തറവാട് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് വിചാരിച്ചു ഒരു പെണ്ണ് കെട്ടിയേക്കാമെന്ന്. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ എന്ത് വേണം? ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച, ഹൈവേ എൻ്റെ തറവാടിന്റെ ഉള്ളിൽ കൂടെ വെട്ടിക്കൊണ്ടിരിക്കുക. അത് സർക്കാർ കാര്യം, അത് മുറ പോലെ നടക്കത്തില്ലയോ? അവിടെ സർക്കാർ കാര്യമാണ്, അത് മുറ പോലെ നടക്കും. മനസ്സിലായോ? ഈ സർക്കാരിന്റെ കാര്യം മുറ പോലെ നടക്കും. ഈ സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ ഹൈവേ വെട്ടിയപ്പോ ഈ ഹൈവേയുടെ ഇപ്പുറ സൈഡില് എൻ്റെ ബെഡ്റൂമും സിറ്റ് ഔട്ടും, അപ്പുറത്തെ സൈഡിലാണ് അടുക്കളയും ബാത്റൂമും വരുന്നത്. എനിക്ക് പിന്നെ എങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റും? അതൊരു കാര്യം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പച്ച ലൈറ്റ് സിഗ്നലിൽ കത്തുമ്പോഴാണ് ഞാൻ ഒറ്റ പാച്ചിൽ അങ്ങോട്ട് പായുന്നത്. അവിടെ പാഞ്ഞ് എന്തെങ്കിലും പറയാനായിട്ട് ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കാൻ തുടങ്ങുമ്പോ ചുവന്ന ലൈറ്റ് കത്തും. അപ്പൊ ഇനി പോലും ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ? ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും പറയണ്ട, എൻ്റെ ഭാര്യയോട് ഞാൻ ഇതോട് പറഞ്ഞു ഇവിടുന്ന് വിറ്റ് നമുക്ക് വല്ല തമിഴ്നാട്ടിലേക്ക് സ്ഥലം മേടിച്ച് 10 സെന്റ് മേടിച്ച് അവിടെ താമസിക്കാന്ന് പറഞ്ഞു. ഇവള് സമ്മതിക്കില്ല, സമാധാനക്കേടാണ് ഇവള്. ഇവിടെ വൃത്തിയോട് പറയാതെ ഇവിടെ ഇവിടുന്ന് ഇപ്പൊ ഒരുപാട് ദൂരമില്ല തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി വീട് വെക്കാന്ന് വെച്ചാ. ദൂരം ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. അവിടെ ഇവിടത്തെ പോലെ കട്ട വെയിലത്ത് ക്യൂ നിൽക്കണ്ട, സാധനത്തിന് വിലക്കുറവാണ്, അപ്പുറം ഇന്ന് മാറി അടിക്കുകയും ചെയ്യാം. ഇവിടെ കരവടച്ച രസീതുണ്ടോ? റഷീദല്ല, ഞാൻ തന്നെ കര അടയ്ക്കാറ്. പിന്നെ കറണ്ട് ബില്ല് റഷീദ് കൊണ്ട് അടച്ചാ. കരവടച്ചതിന്റെ രസീത് പുള്ളിക്ക് ഈ ഷാ വരൂല, ആണാ ഷായ വരുള്ളൂ. ഓ റഷീദ് എടുക്കാൻ സാറേ, കൊണ്ടുവരാം ഞാൻ. അതൊക്കെ ഇവിടെ അതെന്ത് ചെയ്യണോ? ഇവിടെ തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഓരോ വീട്ടിൽ തട്ടസൊക്കെ ഇട്ട് തന്നെ അയച്ചായിരുന്നോ ഇത്? ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താ സാർ? ഇവിടെ ഒടയന്റെ പടം എന്ത് ചെയ്യേ? ഒടയോന്റെ പടം ഞാൻ പറഞ്ഞല്ലേ സാറേ. എന്താ സാർ? നോക്കണോ ഇത്? ഇതെന്തോ നടന്നത്? ഒടയോന്റെ പടം. ഇവിടെ ഒടയോന്റെ പടം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ അല്ല, താനാണ് ഒടയാൻ. ഒടയോന്റെ മോഹൻലാൽ അല്ലാണ്ട് മമ്മൂട്ടിയല്ല. ഇവിടെ താനാണോ ഒടയാൻ? ഞാൻ ഉടയോനാണോ? മോഹൻലാലിന്റെ പേര് പിടിക്കുന്നുണ്ട്. ഇവിടെ തന്റെ പേരിലല്ലേ ഈ പ്രമാണം കിടക്കുന്നത് അല്ലേ? ഈ പ്രമാണം സ്വന്തമായിട്ടുള്ളവൻ ഞാൻ ഒടയോൻ കടയാന്ന് വിളിക്കുന്നത്. അതാണ് ഒട. ഇതിന് പ്രത്യേകിച്ച് ഭാഷകളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. ഇതിനൊക്കെ പിടിച്ച് മാറ്റിക്കോളാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ചുമ്മാ മനുഷ്യൻ ജോലി എടുക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നത് മോഹൻലാലിന്റെ പടം കൊണ്ടുവന്നിട്ട്. ഇതുപോലെ ഈ വയസ്സായ കള്ളവന്മാരെ കണ്ടല്ലോ, ആദ്യം തന്നെ വിഷം കൊടുത്ത് കൊല്ലണം. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് വെച്ചോണ്ടിരിക്കല്ലേ, അതൊക്കെ വെറും വിഷം കൊടുക്കരുത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഇറക്കി സാമ്പാർ ഉണ്ടാക്കി സാമ്പാർ കാണിച്ച് കൊതിപ്പിച്ച് കുടിപ്പിച്ച് കൊല്ലണം. താൻ പറയുന്നത് കേൾക്കാൻ നിൽക്കണം. ഞാനിതെന്തോ കുറിപ്പവിടെ തന്നോടത്ത് തനിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? എന്റെ പൊന്നു സാറേ, കേരള പോലീസ് മുഴുവൻ വല വീശിട്ട് കിട്ടാത്ത ആള് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാനാ. ആരെ? ഈ സുകുമാരക്കുറിപ്പ്. ആധാരത്തിന്റെ കുറിപ്പ് കൊടുക്കാൻ. ആധാരത്തിന്റെ കുറിപ്പ് എടുക്കാൻ സാറേ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഒന്നും മനുഷ്യൻ ഒന്നാമത് പറഞ്ഞു. മുമ്പാരാണ്? മുമ്പ് ഞാനാ. അതല്ല വേറെന്തോ മുന്നാരാണ്? പറയാ അങ്ങോട്ട്. സാർ എന്താ ഉദ്ദേശിച്ചത്? സാർ എന്താ ഉദ്ദേശിച്ചത്? സാർ ആക്ഷൻ കാണിച്ചാൽ മതി. മുന്നാരാണ്? നിങ്ങൾ രണ്ടുപേരും എന്റെ മുമ്പില് തെറ്റിക്കാകുന്നു. അല്ല വേറെന്തോ ആണ്, നീ പറഞ്ഞു തീർത്തോട്ടെ. സാർ ഒന്ന് പറഞ്ഞു കാണിച്ചത്. ഈ മുന്ന കാബൂളി വായില്ലേ? സൗണ്ട് മാറ്റ്. അങ്ങനെ പറ. അതൊന്നും അല്ല, വേറെന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. സാർ ഒന്ന് പറയാ സാറേ. എടോ ഇതിനെ പറ്റി എന്തെങ്കിലും ആണോ? ഈ
ഇതെന്നതാ ആധാരം മുന്നാരാധാരണ മുന്നാധാരം മുന്നാധാരം എവിടെ എവിടെ മുന്നാധാരം എന്റെ വീടിന്റെ പുറകിലാണത്. എടാ അത് പുറകെ കൊണ്ട് വെക്കാനുള്ളതല്ല സാറിന്റെ മുന്നിൽ കൊണ്ട് വെക്കിപ്പം പിന്നാരാണ് പിന്നാധാരം അതന്നെ. പിന്നാധാരം എന്റെ വീടിന്റെ മുൻവശത്തുണ്ട്. ഇന്നാഹാരം ഇന്നാഹാരം അതെന്താ ആധാരമാ സാർ? ഇന്ന് ആഹാരം എവിടാന്ന് ആഹാരം അത് ഉച്ചക്കല്ലേ അത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ കാര്യം ചെയ്യും നമുക്ക് കുറ്റി അടിക്കാം അത് ഓ, കാര്യങ്ങള്. ഇവിടെ നോക്കി നിൽക്കാതെ ടേപ്പ് ഇങ്ങോട്ട് ഇടുക ഇവിടെ ഇതങ്ങോട്ട് കസേരയാണ് മാറ്റിയിടാം. ഇത് മാറ്റിയുള്ളൂ ഇവിടെ ഇവിടെ കുറ്റിയടി ഇവിടെ ഇവിടെ കുറ്റിയടി ഇവിടെ അല്ല കുറ്റിയാടി, ആ. കോഴിക്കോട് അപ്പുറം ഒരു സ്ഥലമുണ്ട് കുറ്റിയാടി. അതെല്ലാം എടാ, അവിടെ കുറ്റി അടിക്കാൻ ഒരു വേണ്ട താൻ തോല്ല അവിടെ കുറ്റിയടി അവിടെ കുറ്റി ചെറിയ കമ്പനി അടുത്ത് തോല്ല അവിടെ അവിടെ കുറ്റിയടി ഇവിടുന്ന് 5 നടക്ക് ഇവിടെ കറക്റ്റ് ഇതൊക്കെ ഞാൻ ചെയ്യണമൊക്കെ. ഇവിടെ കാര്യം നടക്കണേ ചെയ്യണം. ഇവിടുന്ന് 5 നടക്ക് ലെവൽ തെറ്റരുത് അവിടെ അവിടെ ചെന്ന് കുറ്റി അടിക്കണം. 1 ഇന്നത്തേക്കാ 2 3 4 5 അടി കുറ്റി അടിപൊളി അടിപൊളി. അവിടെ ചെന്ന് നല്ല കളി കളി സിനി സാറ് കളി. ഈ മരപ്പെട്ടി പിടിച്ച് പുറത്താക്കി അടിക്കാനല്ലേ തന്നോട് പറഞ്ഞത്, അടിച്ച് കളയാനല്ലോ. ഇത് ശരിയാവത്തില്ല കേട്ടോ. എടാ നീയൊക്കെ കൂടി എന്റെ പെരക്കകത്ത് കൂടെ ഹൈവേ വലിച്ചു കയറ്റിട്ട് ഇപ്പൊ കുറ്റി അടിച്ചത് ഞാനാണോ കുഴപ്പക്കാരൻ ഇപ്പൊ? എടാ നിനക്കൊക്കെ ഹൈവേ ആണ് വലുത്, എനിക്ക് എന്റെ കുടുംബം അറിയാവോ? സർക്കാർ കാര്യം മുറ പോലെ നടക്കും. എന്റെ അടുത്ത് ചൂടാവരുത്. ഞാൻ പറയാം കാര്യം മുറ പോലെ നടത്തിക്കോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കെ, എന്റെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് ഈ ഹൈവേ കയറ്റി വിട്ടേക്കണത്. അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല സാർ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സാറേ. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഇവന്റെ സംസാരിക്കേണ്ട കാര്യം സർക്കാർ കാര്യം മുറ പോലെ നടക്കും നടത്തിയിരിക്കും. നിന്നെ ഒന്നും ഇവിടെ നിന്ന് വിടൂല. ഹൈവേ വേണ്ട, ഞങ്ങൾ കുടുംബം മതി. ഹൈവേക്കാണോ പ്രാധാന്യം, കുടുംബത്തിനാണോ പ്രാധാന്യം? സാറേ ഒന്ന് വരാൻ പറ്റുമോ സാറേ പ്ലീസ്? ഞാനോ? രണ്ടാളായാലും കുഴപ്പമില്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബഹളം വെക്കരുത്. നിങ്ങൾക്കറിയാവോ ഗോപാലിനൊക്കെ ഓട്ടോറിക്ഷ വിളിച്ച് പോകണം എന്റെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ചിലപ്പോ. ഇത് മിണ്ടാക്ക്, മിണ്ടായിരിക്കണം. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ്? അവിടെ ചോദിച്ചു. സാറേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഹൈവേ വരെ സർക്കാർ നിയമമാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിലെ ഹൈവേ വരെ ഇതേമാതിരി പുള്ളിയുടെ വീടിന്റെ മുന്നിൽ കൂടെ ഹൈവേ വന്നാണ്. ഈ ഹൈവേ വന്നതിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം, ഈ ജനങ്ങൾക്കുള്ള ഉപയോഗം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഞങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്നാൽ ആള് പറയുന്നതിൽ ന്യായമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ, അല്ലെ? വീടിന്റെ നടുക്കൂടെ ഹൈവേ പോകുന്നത് വളരെ തെറ്റായ കാര്യമല്ല. നടക്കും മാത്രമാണോ ആളിക്കടെ ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകുമ്പോ? അതെ, അപ്പൊ അത് ഞാൻ പറയുന്ന അത് തെറ്റായ നടപടിയാണ്. ഒരു വീട് മാത്രമേ ഉള്ളൂ, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ സർക്കാർ തന്നെ വേറൊരു വീട് അദ്ദേഹത്തിന് ഇവരെന്നോട് പറയുവാ, ഇവരെന്നോട് വന്ന് പറയാ ഹൈവേ സിമ്പിളാണ്, അടിപൊളിയാണ്, സിമ്പിളാണ്, പവർഫുൾ. പറഞ്ഞാ പവർഫുൾ. നീ പറഞ്ഞല്ലടാ, സംസാരിക്കരുത് കേട്ടാ. മനസ്സിലായില്ലേ? പ്രേമത്തിന്റെ ആണ്. അത്രയും പൈസ തന്നിട്ട് കല്യാണം കഴിക്കാൻ പ്രേമിച്ച് കിടക്കാം. അതല്ല, പ്രേമം സിനിമയിലെ സത്യം പറഞ്ഞ സാറാ ഞാൻ പടം കണ്ടില്ല കേട്ടോ. പിള്ളേര് പറഞ്ഞറിഞ്ഞ് സാറാന്നല്ലോ പാട്ടുമായിട്ട് മൈക്കിൽ പിടിച്ച് പടം കണ്ടില്ല, കറക്റ്റ് ആയിട്ട് കഥ അറിയാലേ? അല്ല മറ്റേ ചെറുക്കൻ എനിക്ക് തോന്നുന്നു പൈറേറ്റഡ് വേർഷൻ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അയ്യോ നമ്മള് സിനിമക്കാരെ കുറ്റം പറയല്ല. കാര്യം ആ ചെറുക്കൻ എന്റെ അടുത്ത് പറയും സാറേ മൊബൈലിലോട്ടാക്കി തരട്ടെ. ഞാൻ പറഞ്ഞ ആ വൃത്തികെട്ട പണി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആണോ? അത് ശരിയല്ല. CD-ലാക്കി എടുക്കാൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പെൺഡ്രൈവിലാക്കി തരാൻ പറഞ്ഞു. ലാപ്ടോപ്പിൽ എടുത്തിട്ട് കാണാന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. സർക്കാർ കാര്യം മുറ പോലെ എന്ന് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടു, അത് എങ്ങനെയെങ്കിലും നിങ്ങൾ വീട് കൊടുക്കണം. പിന്നെ ഒരു ഹൈവേ വരുന്ന കാലത്ത് നല്ല നല്ലതല്ലേ? കാര്യമാണ്, പക്ഷെ അദ്ദേഹത്തെ ബാധിക്കാൻ പാടില്ല. അതെ, ആ രീതിയിൽ നിങ്ങൾ അത് സോൾവ് ഞങ്ങളോട് ചെയ്തു. പറഞ്ഞിട്ട് കാര്യം സർക്കാർ അടുത്ത് പറയണ്ടേ? ഞങ്ങൾ ജോലിക്കാരത്. തൽക്കാലം എന്നാ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോ കേട്ടോ. ഞങ്ങൾ ചെയ്ത സർക്കാരിന്റെ ഞങ്ങൾ മുറപോലെ നടത്തിക്കൊള്ളാം. ശരി കേട്ടോ സാർ മനസ്സിലായി. നോക്കി നടന്നുകൂടെയോ? അയ്യോ, ഇത് ആരൊക്കെയാ ഇത്? സത്യത്തിൽ എനിക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇത് സോറി, കൈയുടെ കാണാൻ പറ്റിയില്ല. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. വേറെ നമ്മളെ പോലുള്ളവരൊക്കെ കളിയാ. സാറേ, ഈ ഏകദേശം ഈ ഏരിയയിലെ അളവൊക്കെ കഴിഞ്ഞു. അതെല്ലാം അടന്നു കഴിഞ്ഞെങ്കിൽ ആ സൈഡിലുള്ള എല്ലാം പൊളിച്ച് മാറ്റിക്കൊള്ളാൻ പറ കുറച്ച് അപ്പുറത്ത് വണ്ടി കേട്ടോ. ആ സൈഡിലുള്ള എല്ലാം പൊളിച്ച് മാറ്റിക്കൊള്ളാൻ പറ. ആ അല്ല ഇനിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പാലക്കാട് പോകണം, അറിയാവല്ലേ? അറിയാം. എന്താണത്? ഞാനിവിടെ ഒന്ന് കാണട്ടെന്ന്. എന്ത്
കുളിക്കടപ്പ് കാണുമല്ലേ? കുളിക്കടവോ? അല്ലേ? ഇത് ഹൈവേക്കുള്ള അളവെടുക്കേണ്ടത്. ആണോ? കുളിക്കടവോ? താനാരാ? അത് മറ്റേ ഏതാണ്ട നേരെ കാണുന്ന വീട് കണ്ട ആ മഞ്ഞ, ആ ആ വീട് എന്റെയാണ്. അതിന് അത് എന്റെ വീട്ടിൽ അപ്പൊ ഈ നിങ്ങൾ ഈ മറ്റേ രണ്ട് റോഡ് അടുപ്പിച്ച് പോകുന്നില്ലേ ഹൈവേ അത് നേരെ എന്റെ വീടിന്റെ വാതിക്കലാണ് പറഞ്ഞത്. ആണോ? അപ്പൊ എനിക്ക് ഇവിടുത്തെ ഓഫീസറെ ആരെ? ഒന്ന് കാണണം. അതെന്നാ ശരി, രജിസ്റ്റർ കണ്ടാ മതി. ആരെ? രജിസ്റ്റർ. ഓ, ഇതാ. രവി സാറേ. രവി സാറല്ല, ആ, ആ, ആ. രജിസ്ട്രാർ. റജി സാറേ. ആരാടാ ഇത്? രജിസ്ട്രാർ. സാറേ, സാർ അങ്ങോട്ട് നോക്കണം. ആ നേരെ കാണുന്നതാണ് എൻ്റെ വീട്. ആ മഞ്ഞ പെയിന്റ് അടിച്ച്. അതിന് അത് സംഭവം നിങ്ങൾ ഈ റോഡ് ഇങ്ങനെ നേരെ കൊണ്ടിരുന്നത് എൻ്റെ വീട്. സർക്കാർ കാര്യം അത് മുറ പോലെ നടക്കും, മനസ്സിലായല്ലോ. അല്ല, നേരെ വരുന്നത് എൻ്റെ വീടിന്റെ വാതിക്കലാണ്. ആയിക്കോട്ടെ, അത് ഞാൻ എന്ത് വേണം? അല്ല സാർ, ഏതായാലും എൻ്റെ വീടിന്റെ വാതിക്കൽ വരെ വരുമ്പോ നിങ്ങൾ എന്തായാലും എൻ്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിക്കണം. സാറേ, ഞാൻ വിചാരിച്ചേ നേരത്തെ വന്ന പോലെ പരാതിയും കാര്യങ്ങളും കേട്ടെ. അല്ലല്ല, ഒരു ചെറിയ ചായ. പിന്നെ ജിലേബി കഴിക്കൂ. ജിലേബിക്ക് ചായക്ക് മധുരം ഇടരുത്, ഷുഗറിന്റെ അസുഖമുണ്ട്. ജിലേബിക്ക് മധുരം കൂടിക്കോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, ജിലേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതി. ആ ചായ കുടിക്കാം. ചായ ഒക്കെ കുടിച്ചു കഴിയുമ്പോ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമല്ലോ. പണിയടക്കല്ലയോ? ആ പിന്നെ ബാക്കി ഇത് പണി നടക്കണമല്ലോ. ഒരുപാടുണ്ട്. വെളിയിലോട്ട് ഇറങ്ങുമ്പോ ജസ്റ്റ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് വെട്ടിച്ചെടുത്ത് വളച്ചൊന്ന് കൊണ്ടുപോകാൻ പറ്റൂ. എന്ത്? മറ്റേ ഈ റോഡ്. ഓ, അത് തന്നെ പണി. ഇത് നടക്കത്തില്ല കേട്ടോ, അത് ചായ ഇവിടെ അത് ശരിയാവത്തില്ല. നമ്മൾ സർക്കാർ കാര്യം അത് മുറ പോലെ നടന്നു പോകും. അതിനാ താൻ ഇവിടെ കുളിര് കൊള്ളണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ? വെട്ടിക്കാൻ പറ്റൂല. പറ്റത്തില്ല. അത് കൊള്ളാം. എന്റെ വീട്ടിൽ കയറി ചായയും ജിലേബിയും കഴിച്ചിട്ട് വെട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ? പറ്റൂല. പറ്റത്തില്ല. എന്നിട്ട് നിങ്ങളെ കുറിച്ച് നാട്ടുകാരെ മൊത്തം പറയാൻ നിങ്ങൾ ഭയങ്കര തട്ടിപ്പ് വെട്ടിപ്പോവാണെന്നാണല്ലോ. ഇവിടെ ആരായി പറഞ്ഞത് കേട്ടോ? ഇവിടെ പറ്റത്തില്ല, പറ്റത്തില്ല. തന്റെ വീടിനടുത്തോടാണെങ്കിൽ അതിലെ കൂടെ തന്നെ വഴി വെട്ടും ഞങ്ങള്. ആ പ്രമാണം നോക്കട്ടെ, തന്റെ സംഭവം പ്രമാണം ഞാൻ നോക്കട്ടെ. എടുത്ത് എന്താ ഇവിടെ 100 രൂപയല്ലേ പ്രമാണം കൊടുക്കാൻ? കൈക്കൂലി തന്നെ നേരെ കേസ് കൊടുക്കും തന്റെ പേർക്ക്. പറഞ്ഞ മനസ്സിലായോ? പൈസ എടുത്ത് തരണോ? അറിയത്തില്ലല്ലോ എനിക്ക്. പ്രമാണം ചോദിച്ചാൽ പൈസയാണ് കൊടുക്കാറ്. എന്നാ സാർ? യോ, എന്നാടോ താനിത് വാത്മീയുടെ കയ്യിൽ നിന്നാണോ വസ്തു വാങ്ങിച്ചത്? അല്ല സാർ, അങ്ങനെ ചോദിച്ചേ. ഇത് മൊത്തം ചെതൽപ്പുറ്റാണല്ലോടോ ഇത്. അതെ, എന്റെ സ്ഥലം കയ്യേറാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തിയതാ. പക്ഷേ ഞാൻ എല്ലാത്തിനും തുരത്തി ഓടിച്ചിട്ടുണ്ട്, എല്ലാത്തിനും തൂത്ത് കളഞ്ഞു. ശരി, കൊള്ളാം കൊള്ളാം. നല്ല വസ്തു എന്ന് പറയുമ്പോഴും വീടെന്ന് പറയുന്നത് നമ്മളത് അമ്പലമാ, ദൈവമാ കേട്ടോ. അത് വളരെ കാത്ത് സൂക്ഷിക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? പോക്കുവരം ഉണ്ടോടോ? ആ, ഇത് പോക്കുവരമുള്ളതാ. പോക്കുവരമുള്ളതാ. അതൊക്കെ ഒന്ന് ബാങ്കിൽ ഒന്ന് പോയായിരുന്നു പണയത്തിന്. പിന്നെ അവിടുന്ന് ഈ കഴിഞ്ഞ ഇടയിലാണ് ഒന്ന് തിരിച്ചു വന്നത്. അങ്ങനെ പോക്കുവരമുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. ഇതേ ഡിയാന്റെ പേർക്കുള്ള പ്രമാണമാ. അയ്യോ അല്ല സാറേ, ഇത് എന്റെയാ. ഡിയാന്റെ അല്ലേ? താനാണ് ഡിയാൻ. ഏ? തന്റെ പേരല്ലേ പ്രമാണം? അതെ. അപ്പൊ താനാണ് ഡിയാൻ. ഞാനാണോ ഡിയാൻ? സാറേ, ഞാനാണോ ഡിയാൻ? ഇവിടെ തന്റെ പേർക്കുള്ള പ്രമാണം. അപ്പൊ ഡിയാൻ താനല്ലേ? അപ്പോഴേ ഒരു സംശയമാണ്. പറ സാറേ, എന്റെ പേര് ഡിയാൻ നായ സ്ഥിതിക്ക് ഭാര്യയുടെ പേര് ഡയാനെ ഒന്ന് നാക്കാൻ പറ്റുമോ? അത് ശരി, അതെന്നെ ഇടപാടാ. ഇപ്പൊ എന്റെ വീട്ടിലെ വാതിക്കൽ കൂടെ നിങ്ങൾ ഇത് റോഡും വെട്ടി സർക്കാർ കാര്യമാണ്. സർക്കാരിന്റെ കാര്യം മുറപോലെ നടക്കും. സർക്കാരോട് പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വന്ന് അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ടത്. വലിയ ഫ്ലവേഴ്സിന്റെ അത് ശരിയായ നടപടിയല്ല. വന്നപ്പോ സർക്കാരിന്റെ മുറ പോലെ നടക്കും പറയാൻ തുടങ്ങി. നമ്മൾ കണ്ടോ കുറെ നേരം കടപ്പാടം കളഞ്ഞിട്ടല്ല നിന്റെ സർക്കാരിന്റെ ഭീഷണി. പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളിലേക്ക് വന്നത്. സർക്കാർ കാര്യം മുറ പോലെ നടക്കുമെന്ന് ഞാനല്ലേ പറയുന്നത്? നിങ്ങളൊന്നും പോകത്തില്ല. അതെന്തോ പരിപാടി? അതൊന്നും നടക്കുന്ന കേസ് കേട്ടല്ലേ? ഞാൻ കുറെ നേരം തന്നെ വന്ന ഉടനെ പറയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞാൻ ഓഫീസിൽ ആളിനെ വിട്ടിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ റിസൾട്ട് കിട്ടും. സാറേ, ഞാനൊന്ന് വിളിച്ചു ചോദിച്ചോട്ടെ. കറക്റ്റ് ആയിട്ട് വിളിച്ചോട്ടെ. എവിടെയാന്ന് വിളിച്ചു കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. ഹലോ,
ഇവിടെ എവിടെയാണ് ശരിക്കും റോഡ് വെട്ടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് പെർമിഷൻ തന്നത്? ആണോ? ആ, എവിടെയാണ്? ഓ ശരി. എന്താ? പിന്നെ ഇവിടെ യോ അവൻ പോയോ? ആരെ? എന്റെ പൊന്നു സാറേ ക്ഷമിക്കണം, എന്റെ കൂടെ മറ്റേ അസിസ്റ്റന്റ് ഉണ്ടല്ലേ, അവന്റെ അടുത്ത് ഒരു പച്ച മലയാളത്തിൽ വിളിച്ചു പറഞ്ഞാൽ കാക്കനാട് ഒരു പൂന്തോട്ടത്തിന്റെ ഇടയ്ക്കൂടാണ് ഈ റോഡ് പോകുന്നത്, നാഷണൽ ഹൈവേ പോകുന്നത്. ഇവൻ നേരെ ഈ പച്ച പരിഷ്കടി ഇതിനെ പരിഷ്കരിച്ചിട്ട് ഇംഗ്ലീഷിലാക്കി എന്റെ അടുത്ത് പറഞ്ഞ് ഫ്ലവേഴ്സിന്റെ നടുക്കൂടാ സാറേ പോകുന്നതെന്ന്. എടാ, ഇത് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവേഴ്സിന്റെ ഫ്ലോറാണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരിക്കലുണ്ട് റോഡ് നടക്കില്ല എന്ന്. അപ്പൊ ഇത്രയും പൊളിച്ചിട്ട സാധനങ്ങൾ എന്ത് ചെയ്യും? അത് സർക്കാരിന്റെ കാര്യം, അത് മറവാണ് നടന്നോളൂ. ആണല്ലേ? ഇത് ഫ്ലവേഴ്സിന്റെ കാര്യം, ഇത് മുറ പോലെ നടക്കും. ആയിക്കോട്ടെ. മര്യാദക്കല്ലെങ്കിൽ ഇത്രോ നേരം ഇവിടെ എന്ത് നോർമൽ ആയിരുന്നു, പക്ഷെ സത്യത്തിൽ ഇപ്പോഴാ ഒന്ന് സീരിയസ് ആയത്. അളിയ വാ, നമുക്ക് ജിലേബി കഴിക്കാം. വാ വാ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലത് ജി മാർട്ട് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്താ പേര്? മോഹിനി. ഓ, ഇത് വല്ലാത്തൊരു മോഹിനി. മോഹിനി. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലത് ജി മാർട്ട്. അങ്ങനെ നമ്മുടെ വിനയ് ഫോർട്ട് വീണ്ടും ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കലാപ്രകടനങ്ങളുണ്ട്. അപ്പൊ നേരത്തെ എനിക്ക് കറക്റ്റ് ഒരു കൊട്ട് തന്നിട്ട് അവിടെ പോയിരുന്നത്, അത് വേറൊന്നുമല്ല. ഞാൻ നേരത്തെ ചോദിച്ചത് എന്തായിരുന്നു? കോഹിന്നൂരാണോ പിന്നെ മൺസൂൺ മാംഗോസ് ആണോ? ആ, മൺസൂൺ മാംഗോസ് ആണോ? ഉറുമ്പുകൾ ഉറങ്ങാറില്ലാണോ? ഇതിൽ ഏതാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പൊ തിരിച്ചെന്നോട് ചോദിച്ചു ഏതാണ്, ഏത് കണ്ണാണ്? ആ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ വലത്തേ കണ്ണ്. ഇനി പറയ്. അല്ല, വലത്തേ കണ്ണാണ്. അല്ല, അതിന് കാരണമുണ്ട്. കാരണം ഇപ്പൊ ഇങ്ങനെ കണ്ണടിക്കാൻ പറ്റുന്നത് വലത്തേ കണ്ണാണ്. ഇടത്തേ കണ്ണാണെങ്കിൽ രണ്ടും അടഞ്ഞു പോകും. ഞാൻ ഇടത്തേക്കൊന്നും വലത്തേ കണ്ണും കൊണ്ട് കാരണം കണ്ണടക്കും. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ നമ്മുടെ സൗബിനും ആയിട്ടുള്ള ഒരുപാട് കൂട്ടുകെട്ട്. ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് ചെയ്ത സിനിമയാണ് മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അന്ന് മുതലേ നമുക്കിടയിൽ വേവ് ലെങ്ത് ഉണ്ട്. പിന്നെ പ്രേമത്തിന്റെ ആ പ്രോസസ്സിൽ ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഷെയർ ചെയ്യുന്ന കെമിസ്ട്രി ആ സിനിമയിൽ കണ്ട തന്നെയാണ്. അതായത് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും നമ്മൾ വണ്ടിയായിട്ട് സൗബിന്റെ വീട്ടിൽ പോകും. എൻ്റെ സൗബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങും. ഓൺ ദ വേ സൗബിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരെ കാണും. പിന്നെ അങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. പിന്നെ പാടാറുണ്ടോ? ഞാൻ എന്നവളെ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അല്ല, എന്നവളെ അടി നമ്മളെ ആ പാട്ട് വേണ്ട, നമ്മൾ ഒരുപാട് കേട്ടതാണ് അല്ലേ? എന്നാലും അത് പറഞ്ഞപ്പോ തന്നെ നോക്കാം, അമ്മൂമ്മമാര് വരെ ചിരിക്കുകയാണ്. ആരും അമ്മൂമ്മമാരില്ലാന്ന് ചേച്ചി പറയണം. ഇവിടെ ആരും അമ്മൂമ്മമാരില്ലാടാ, ഞാൻ ഈ അമ്മൂമ്മ പറഞ്ഞു. പാടാറില്ല കേട്ടോ. അല്ലെ, കമ്പനീസേക്ക് ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളൊക്കെ കൂടുമ്പോ എല്ലാരും പാടുന്ന കൂട്ടത്തിൽ പാടുന്ന പാട്ടുള്ളൂ, അല്ലാതെ. എന്നാൽ ഇപ്പൊ ഇവിടെ ഏത് പാട്ട് പാടും? ഞാൻ ഒരു നാടൻ പാട്ട് പാടാം. പാട്ട് പാടാൻ വിനയ് ഫോർട്ട് റെഡിയാണ്. കൈയടിക്കാനും ആസ്വദിക്കാനും നമ്മൾ റെഡിയാണ്. അല്ല, എനിക്കൊരു കാര്യം പറയണ്ട്. എന്താണ്? ഞാൻ കുറെ സമയം ഈ പേപ്പർ പിടിച്ചോണ്ട് നിൽക്കുന്നു. എന്റെ ദൈവമേ, മറ്റേ പരിപാടിയാ. ഏതാന്നറിയോ? മറ്റേ ചോദ്യം. അയ്യോ, ചോദ്യം വേണ്ടേ? ആരെങ്കിലും സമ്മതിക്കും പ്ലീസ്. സമ്മതിച്ചു അവരെല്ലാവരും. അപ്പൊ ഇത്രയും പേര് സമ്മതിച്ച സ്ഥിതിക്ക് എനിക്ക് വിനയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ചില വാക്കുകൾ പറയാം. ഈ വാക്ക് കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്താ ഓർമ്മ വരുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പിന്നെ ശരിക്കും തമാശ രീതിയിലുള്ള ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റെഡി? യെസ്. വെള്ളിയാഴ്ച. സന്തോഷമുള്ള ദിവസം. എന്താണ് കാരണം? സ്കൂള് ശനി ഞായർ അവധിയല്ലേ? ശനി ഞായറോ? വെള്ളിയാഴ്ച എന്തിനാ സന്തോഷം? വെള്ളിയാഴ്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ അവധിയാണ്, നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാൻ വിചാരിച്ചേ ഏറ്റവും ദുഃഖമുള്ള ദിവസം തിങ്കളാഴ്ചയാണ്. സ്കൂളിൽ പോകണ്ടേ, അല്ലെങ്കിൽ ജോലിക്ക് പോകണ്ടേ? ശനി ഞായറൊന്നും വർക്ക് ചെയ്യാൻ പോകില്ല. അല്ല, ഇപ്പോ സിനിമയിൽ വരുമ്പോ നമുക്ക് 365 ദിവസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല, കാര്യം നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. ഞാൻ ഒരിക്കലും സ്കൂളിൽ പോയിട്ട് എൻജോയ് ചെയ്തിട്ടില്ല. സത്യം മച്ചാൻ, ഞാനും അതെ. എന്താണെന്നറിയില്ല, എനിക്ക് സ്കൂള് കോളേജ് പിള്ളേര് കണ്ടോണ്ടിരിക്കുന്നുണ്ട്, വെറുതെ പിള്ളേരെ അല്ല, പിള്ളേരിപ്പോ വളരെ ഹാപ്പി അല്ലേ? പരീക്ഷയില്ല, പുസ്തകമില്ല, ഒന്നുമില്ല. അവരെന്നെക്കാൾ ഹാപ്പി. പക്ഷെ ഓണം കഴിഞ്ഞിട്ട് ഒരു പരീക്ഷ വരും. ബി കെയർഫുൾ. ഉറക്കം. കിടക്ക. പ്രേമം.
ഓക്കെ, ഇനി നിങ്ങളോട് രണ്ടുപേരോടും പിന്നെ എല്ലാവരോടും ആയിട്ടുള്ള കുസൃതി ചോദ്യങ്ങളാണ്. ദൈവമേ. ഇത്രയും നേരം എന്തോ ആധികാരികമായിട്ടുള്ള അല്ല, ചോദ്യം, ജനറൽ നോളജ് ആയിരുന്നു ഇത്രയും നേരം. അങ്ങനെയല്ല, കേട്ടോ. പട്ടാളക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു കയറ്റം. ഉദ്യോഗമായിട്ടോ? എന്താ അവർക്ക് ഇഷ്ടമില്ലാത്ത? അതാണ് അത്. സുരാജേട്ടാ, കുസൃതി ചോദ്യം. പട്ടാളക്കാർക്ക് എന്റെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല. അതെ, പട്ടാളക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു കയറ്റം. നുഴഞ്ഞു കയറ്റം. ഞാൻ ഉത്തരം പറഞ്ഞു. അടുത്തത്, കമ്പ്യൂട്ടറിലുള്ള ഒരു ദൈവം. കമ്പ്യൂട്ടറിലുള്ള ഒരു ദൈവം. മൗസ് ഒരു ദൈവമാണോ? അത് എലിയൻ. കമ്പ്യൂട്ടറിലുള്ള ഒരു ദൈവം. പെട്ടെന്ന് ഈ ജാവ പോലെ ഇത് വളരെ സിമ്പിൾ ആണ്. പറയേ. സോഫ്റ്റ്വെയർ ഒരു ദൈവമാണോ ചേട്ടാ? ഈ ചേട്ടൻ ഇവിടെ കല്ലങ്ങാനും ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എറിഞ്ഞിട്ടനെ. ശരി, അങ്ങനെ ഞാൻ തന്നെ പറയാം. എന്നാ പറയ്. റാം. ഇനി അടുത്തത് ഒന്നുകൂടിയുള്ള 10ഉം 4ഉം കൂട്ടിയാൽ എങ്ങനെ 2 ആകും? 10ഉം 4ഉം കൂട്ടിയാൽ എങ്ങനെ 2 ആകും? ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്ക് 12, 1, 2. അടിപൊളി. റൈറ്റ് ആൻസർ. 10ഉം 4ഉം കൂട്ടിയാൽ 2 ആവുന്ന സ്ഥലം ക്ലോക്ക് ആണ്. 2 ആവും. കറക്റ്റ്. ക്ലോക്ക്. അതെല്ലാം പൊളിച്ചു പോരെ? ക്ഷീണിച്ചില്ലേ? അസലായിരുന്നു കേട്ടോ. എന്ത് പിന്നെ ഇങ്ങനെ ഈ നാണം കെട്ട പരിപാടിക്ക് നിൽക്കല്, ഞാൻ എഴുതി ഇനി വെച്ചിട്ട് വരുമോ? ഉത്തരവ് എഴുതി വെച്ചിട്ടേക്ക്. സ്വന്തമായിട്ട് ഒരു സംഭവം ഒന്നും പറയാത്തത്. പണിയൊക്കെ ഇഷ്ടമായി, നാളെ ഒരു പണിക്ക് വരാൻ നിൽക്കരുത്. പണിയൊക്കെ ഇഷ്ടമായി, നാളെ ഒരു പണിക്ക് വരരുത്. അപ്പൊ ഇനിയെങ്കിലും പാട്ട് പാടാനൊന്ന് വിടുവോ? ഇനി പാട്ട് പാടാം. ശരി, എന്നാ പാട്ട് പഠിക്കോ. പിന്നെ ആർക്കെങ്കിലും കൂടെ പാടാൻ ധൈര്യമുള്ളവർക്ക് വരാം ഓഡിയൻസിൽ. അത്തിനന്തം തൈ തിനന്താനേ തൈ തൈ 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 തെക്ക് തക്ക് തൈ നിന്നൊരു പെണ്ണു കണ്ടേ തൈ തൈ അത്തിനന്തം തൈ തിനന്താനേ തൈ തൈ തക്ക് തക്ക് തൈ നിന്നൊരു പെണ്ണു കണ്ടേ തൈ തൈ അത്തിനന്തം തൈ തിനന്താനേ തൈ തൈ അത്തിനന്തം തൈ തൈ തിനന്താനേ തൈ തൈ അത്തിനന്തം തൈ തിനന്താനേ തൈ പെണ്ണിന്റെ വയറ് കണ്ടേ തൈ അരയാലി നീല പോലെ തൈ തൈ അത്തിനന്തം തൈ തിനന്താനേ തൈ തൈ അത്തിനന്തം തൈ തൈ തിനന്താനേ തൈ തൈ അത്തിനന്തം തൈ തിനന്താനേ തൈ തൈ അത്തിനന്തം തൈ തൈ തിനന്താനേ തൈ തൈ അത്തിനന്തം തൈ തിനന്താനേ തൈ തൈ. എവിടെ അമ്മയുടെ വീട്? തിരുവാണൂര്. എന്താ പേര്? മോഹിനി. ഓ, ഇത് വല്ലാത്തൊരു മോഹിനി. മോഹിനി ഉഗ്രം പേരാ. മോഹിനിയുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മോഹിനി അടിപൊളിയല്ലേ? താങ്ക് യു അമ്മ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട്. അപ്പോൾ ഇത്രയും നേരം എന്താ വിനയ് ഫോർട്ടുമായിട്ട് നമുക്ക് സംസാരിക്കാനും വിനയ് ഫോർട്ടിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പ്രേമത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ആൾക്കാർ വിളിച്ച് കളിയാക്കുന്നത്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും. അല്ലെങ്കിൽ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. സോ ഹാപ്പി, സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ടിന്റെ ഈ ഒരു എപ്പിസോഡ് ഇതാ ഇവിടെ മനോഹരമായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.